ആഘോഷത്തോടുകൂടി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം കേരളത്തിൽ ആചരിക്കുകയാണ്. എന്റെ കേരളം 2025 പ്രദർശന വിപണന മേള നിങ്ങളുടെയും അനുഭവത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഭദ്രദീപം കൊളുത്തി ഭക്ത്യാദരപൂർവം സ്നേഹനിർഭരമായി ദിനഭരിതമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി ഞാൻ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളട്ടെ. അങ്ങനെ ഓരോ കാര്യങ്ങളെയും വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ളതാണ്, നടപ്പിലാക്കാനുള്ളതാണ് ഇത് തെളിയിച്ചു. പ്രകടന പത്രികയിലെ കാര്യങ്ങൾ അത് പ്രസംഗത്തിന് പറയാനുള്ളതല്ല, നേരെ മറിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ രംഗങ്ങളിലും ഞാൻ ദൂഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസമായിരുന്നാലും ആരോഗ്യരംഗമായിരുന്നാലും വ്യാവസായിക രംഗമായിരുന്നാലും ഇവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറി. ഇവിടെ നിക്ഷേപ സൗഭാഗ്യം തേടി വിദേശികൾക്ക് വരാൻ കഴിയുന്നൊരു നാടായി ഇത് മാറി. അത് സുരക്ഷിതമുള്ളൊരു ഗവൺമെന്റിന്റെ ഭരണം ഇവിടെ നടക്കുന്നു. ഞങ്ങൾക്ക് അവിടെ ചെന്നാൽ രക്ഷാബോധത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, ഞങ്ങൾക്ക് സുരക്ഷിത ബോധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസം വിദേശികളായ നിക്ഷേപകന്മാർക്ക് പോലും ഉണ്ടായി. അതാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറ്റിയതിൻ്റെയും മാറിയതിൻ്റെയും പിന്നിൽ ചരിത്രരേഖയായി സൂക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ നവകേരളം പുതുവഴികളിൽ കൂടി എന്ന് പറയുന്ന സഞ്ചാര സൗധം നമ്മുടെ നാടിന്റെ മാത്രമല്ല, ഈ സംസ്ഥാനത്തിനും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഈ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ ഭാഗമായി മറ്റിടങ്ങൾ നടന്നു. 20 കഴിഞ്ഞ മാസമാണ് കാസർഗോഡ് നിന്ന് ഈ പരിപാടി ആരംഭിച്ചത്. 30-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയോടുകൂടി ഈ പരിപാടി സമാപിക്കുക. ഓരോ ജില്ലയിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴാണ് ബോധ്യമായത് ഈ പരിപാടി എങ്ങനെയാണ് ജനഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത്, എങ്ങനെയാണ് സഹായിക്കുന്നത്, എങ്ങനെയാണ് പിണറായി സർക്കാരിനെ പിന്തുണക്കുന്നത്. അതിൻ്റെ അനുഭവ സാക്ഷ്യമായിരുന്നു, ഹൃദയരേഖകളായിരുന്നു ഈ ചടങ്ങുകളെല്ലാം. അതിനെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ 4ാം വാർഷികം നമ്മുടെ ജനങ്ങളുടെ ആഘോഷമായും ആചരണമായും മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന്റെ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞു. കോടിക്കണക്കിൽ വെട്ടിക്കുറച്ച സഹായ പദ്ധതികൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ മറ്റു ചില സുഹൃത്തുക്കളും അത്തരം നടപടികളുമായി സഹകരിക്കാൻ താല്പര്യം കാണിക്കുന്നു എന്നതും വാസ്തവത്തിൽ ഭാഗ്യകരമാണ്. എങ്കിലും ഏത് സാഹചര്യങ്ങളെയും അതിജീവനത്താൽ കരുത്തും സക്രിയമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആർജവം ഈ സംസ്ഥാന സർക്കാർ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിയമസഭാസഖ്യ ബില്ലുകൾ പോലും അംഗീകരിക്കാൻ സ്ഥിതിയുണ്ടായപ്പോഴും ആത്മധൈര്യത്തോടുകൂടി അതിനെ ചോദ്യം ചെയ്യാനും പറയാനും സാധിച്ചു എന്നത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മാതൃകയായി മാറി എന്നതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ സാഹചര്യങ്ങളും അടിസ്ഥാനപരമായ നിരവധി സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് യാത്ര ചെയ്തത്. ആ യാത്ര ചെയ്തപ്പോൾ അതിനെ എല്ലാം തന്നെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് നമ്മുടെ ഈ സർക്കാരിന്റെ സമർപ്പണ ബോധത്തിന്റെയും ഇച്ഛാശക്തിയുടെയും അലംഘനീയമായ വിളംബരമാണ് എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോ ജില്ലയിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നമ്മുടെ ജില്ലയിൽ നടന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് നേർച്ചറിയും. അതൊന്നും പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തുന്നില്ല മറ്റു ബഹുമാന്യരായ MLA-മാരെ സൂചിച്ച് സംസാരിക്കാൻ. അതുകൊണ്ട് നമ്മുടെ സർക്കാരിന്റെ 4ാം വാർഷികം എന്റെ കേരളം എന്ന ആമുഖത്തോടുകൂടി ഈ നവകേരള പുതുവഴിയിൽ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഒരു തീർത്ഥയാത്ര, ആ തീർത്ഥയാത്ര ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് നയിക്കുന്നത്. അതിനുള്ള സാമാജികമായിട്ടുള്ള സ്വീകരിക്കാൻ കഴിയുന്ന നിർദ്ദേശ അഭിപ്രായമെല്ലാം കണക്കെടുത്തുകൊണ്ട്
സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യമല്ല, അവർ ജീവിതത്തിൽ ബോധ്യപ്പെടുത്താനുള്ള കാര്യമാണ്. ആ ജീവിതത്തിൽ സത്യർത്ഥമായും വസ്തുതാപരമായും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഈ പരിപാടികൾ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളിൽ നിർലോഭമായ പിന്തുണയും സഹായങ്ങളും നൽകാൻ ജനങ്ങൾ സന്നദ്ധമായി നൽകുന്ന അനുഭവ സാക്ഷികളാണ് കേരളത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ജില്ലാ തലസ്ഥാനങ്ങളിലെ ഇതുപോലുള്ള പരിപാടികളെന്ന് ഞാനിവിടെ സന്തോഷപൂർവ്വം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. പുരുഷ ഛായയോടുകൂടി നിങ്ങൾ കണ്ടു, നഗരിയിലും ജനങ്ങൾ ഒത്തുകൂടി അസഭ്യകരമായ ഓരോ നിമിഷങ്ങളും മാറ്റി പുരുഷനെ കാണാനും കലാപരിപാടികൾ ആസ്വദിക്കാനും അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഒരു മഹോത്സവമായി ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഹൃദയപൂർവമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും സഹായം നൽകാനുള്ള സമർപ്പണബോധത്തോടുകൂടി പങ്കെടുക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മയുടെ ആത്മവിശ്വാസം നിറഞ്ഞ വിളംബരമാണ് എല്ലായിടങ്ങളിലും കാണാൻ കഴിയും. അത് കണ്ണൂരിലുമുണ്ടായി. അങ്ങനെ ആ നിലയിൽ നമ്മുടെ എൻ്റെ കേരളം എന്ന സന്ദേശത്തോടുകൂടി നവകേരളത്തിൻ്റെ പുതുവഴികൾ തുറക്കാൻ രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാനാ മാധ്യമ പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെടുന്ന ചെറിയ മരുന്നുമായ നിരവധി പരിപാടികളും ജനങ്ങൾക്ക് വെളിച്ചു നൽകുവാനും പ്രതീക്ഷ നൽകുവാനും സാക്ഷാത്കാരത്തിൻ്റെ കർമ്മപഥങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിൽ വേറെ സന്തോഷമുണ്ട്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളിവരുടെയും അനുവാദത്തോട് അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോട് നേരത്തെ തന്നെ നാടമുറിച്ച് ഈ പ്രദർശനത്തിൻ്റെ എൻ്റെ കേരളം 2025 പ്രദർശന വിപണന മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ശേഷമാണ് നമ്മളിവിടെ കടന്നു വന്നത്. എല്ലാം കൂടി സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പിന്തുണയും സഹായങ്ങളും നിർലോഭമായി പിണറായി സർക്കാരിന് പിന്നിൽ അലംഘനീയമായ ഒരു മഹാശക്തിചൈതന്യമായി സമാഹരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തന്നെ ആയുരാരോഗ്യം, സന്തോഷം, സമ്പത്തി, ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.